അവരെ ദ്രോഹിക്കുന്നതിന്റെ പേരിൽ എനിക്ക് ശിക്ഷ ഉണ്ടെങ്കിൽ ദൈവം എന്നെ ശിക്ഷിച്ചോട്ടെ, ഞാനതേ സന്തോഷത്തോടെ സ്വീകരിക്കും. പക്ഷേ എന്നോട് ചെയ്തതൊന്നും ഞാൻ മറക്കില്ല, മരണം വരെ മറക്കില്ല. അത്രയ്ക്ക് വലിയ ദ്രോഹം എന്നോട് ചെയ്തത്. സാറി ഗുളി കഴിക്കേ. എനിക്ക് വേണ്ട. വേണ്ടെന്നോ? ആ, അത് കഴിച്ചാൽ ഉടനെ ഉറക്കം വരും. മനുഷ്യൻ എന്തിനാ ബോധമില്ലാതെ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്? ക്ഷീണം മാറണ്ടേ? എന്റെ ക്ഷീണം മാറണമെങ്കിൽ എന്ത് മരുന്ന് വേണമെന്ന് എനിക്കറിയാം. അതൊരു ഡോക്ടർക്കും മനസ്സിലാവില്ല, നേഴ്സിനും മനസ്സിലാവില്ല, വീട്ടിലുള്ളവർക്ക് തീരെ മനസ്സിലാവില്ല. തൽക്കാലം ഈ ഗുളിക കഴിച്ച് ക്ഷീണം മാറ്റിയാൽ മതി. കഴിക്കേ. അല്ല, എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലേ. വാശി പിടിക്കല്ലേ, എന്റെ സ്വഭാവം മാറും. എന്ത് സ്വഭാവം മാറാൻ? പിച്ചുണ്ടല്ലോ. എന്തെങ്കിലും അസുഖം വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്ന് വാങ്ങിച്ചോണ്ട് വന്നാലേ അവളും ഇതുപോലെയാ, കഴിക്കാൻ ഭയങ്കര മടിയാ. അപ്പൊ താൻ എന്ത് ചെയ്യും? കഴിപ്പിക്കാനൊരു സൂത്രമുണ്ട്. അങ്ങനെ ഞാൻ കഴിപ്പിക്കട്ടെ? ഗുളിക കഴിപ്പിക്കാൻ സൂത്രോ? ഞാനെന്താ കൊച്ചുകുട്ടിയാ? ഈ സൂത്രം ചെയ്താ വലിയവരായാലും ചെറിയവരായാലും കഴിക്കും. ആ, എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. ആ, എങ്ങനെയുണ്ട്? ഇങ്ങനെ ഏത് ആരാലും കഴിച്ചു പോയില്ല. ഇതാ ഞാൻ പറഞ്ഞേ. ഇനി പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. താൻ എന്നെ പരിചരിച്ച് വലിയ നേഴ്സാവുമല്ലേ? പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതിനെ പരിചരിക്കണമെങ്കിലേ ചിലപ്പോ നേഴ്സ് ആവണം, ചിലപ്പോ ഹെഡ് മാസ്റ്റർ ആവണം, പിന്നെ ചിലപ്പോ ആ എനിക്കറിഞ്ഞൂടാ. നന്ദിനി, പിന്നെന്താ ഒരു ചിലപ്പോ? എന്താണാവോ? പക്ഷെ എന്തോ ഉണ്ട്. പിടികിട്ടുന്നില്ലല്ലോ. വാ. ചേച്ചി എങ്ങ വാ. മാഡം ഇവിടെ എത്തിയോ? മമ്മി, ഇവളെന്തിനാ ഇവിടെ വന്നേ? മമ്മിയോട് ചോദിച്ചത് കേട്ടില്ലേ? ഇവൾക്ക് എന്റെ ഇവിടെ കാര്യമെന്ന്. മിത്ര സൂര്യ കാണാൻ വന്നതാ. ഏട്ടനെ കാണാനോ? അതെ, അവന് സുഖമില്ലെന്ന് അറിഞ്ഞോണ്ട് വന്നു. ഏട്ടന് സുഖമില്ലെങ്കിൽ ഇവളെന്തിനു വന്ന് കാണണം? ആന്റി, ഇങ്ങനെ ഒരാളെ കൂട്ടിക്കൊണ്ടുവന്നത് അല്പം മോശമായി പോയി. എനിക്കൊരു മോശവും തോന്നിയില്ല. മോളെ, സൂര്യ മുകളിലുണ്ട്, പോയി കണ്ടു. നിക്ക്, എന്തിനാ സൂര്യ കാണുന്നത്? ഐ എം സോറി അങ്കിൾ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ദേഷ്യം ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോടൊക്കെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നീ മോശമായിട്ട് സംസാരിച്ചതൊക്കെ നീ പറയുമ്പോ ഞങ്ങളങ്ങ് മറക്കണോ? എന്തായിരുന്നു മണ്ഡപത്തിലും അത് കഴിഞ്ഞ് ഞങ്ങളെ കണ്ടപ്പോഴൊക്കെ നിന്റെ പ്രകടനം? കുട്ടി, പത്മ എന്തർത്ഥത്തിൽ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നതായാലും ശരി, നീ സൂര്യയെ കാണാതിരിക്കുന്നതാ നല്ലത്. കുട്ടി തിരിച്ചു പൊക്കോളൂ. ഇല്ല, മിത്ര വന്നത് സൂര്യ കാണാനാണെങ്കിൽ കണ്ടിട്ടേ പോകുന്നുള്ളൂ. മോൾ അങ്ങോട്ട് ചെല്ല്.
പത്മ, എന്താ തന്റെ ഉദ്ദേശം? തന്റെ ഈ പ്രവൃത്തി ഉണ്ടല്ലോ, ആളിക്കത്തുന്ന തീയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യ. നിങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ എതിർപ്പ് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ മുകളിലോട്ട് കയറിപ്പോയ അവള് ചെയ്ത തെറ്റെന്താന്ന് നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞു തരൂ. വിവാഹ മണ്ഡപത്തിൽ ആ പെൺകുട്ടി അനുഭവിച്ച വേദന എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? അവളുടെ ജീവിതത്തിൽ അതുണ്ടാക്കിയ ആഘാതം എത്രയാണെന്ന് ആർക്കെങ്കിലും കണക്കൂട്ടാൻ പറ്റുമോ? പിന്നെ അവളെ സൂര്യ കാണാൻ അനുവദിച്ചതിന്റെ കാരണം, സൂര്യ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഇവിടെ ഏതോ ഒരുത്തി ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചത് വലിയ കഥയാക്കി ഇവിടെ അവതരിപ്പിച്ചിരുന്നല്ലോ. ഞാൻ അമ്പലത്തിൽ ചെന്നപ്പോ കണ്ടതേ, സൂര്യക്ക് അസുഖമാണെന്ന് അറിഞ്ഞ് അവന്റെ നാളും പേരും പറഞ്ഞ് അവന് വേണ്ടി വഴിപാട് ചെയ്യുന്നവളെയാ. അത് മമ്മിയെ പറ്റിക്കാൻ വേണ്ടി അവള് ചെയ്തതാ. അതെ. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ആ വേലക്കാരി പ്രാർത്ഥിച്ചതും കബളിപ്പിക്കാനാണെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഡാഡിയെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ? ഡാഡി ആ പ്രാർത്ഥന വിശ്വസിച്ച പോലെ മിത്രയുടെ പ്രാർത്ഥന ഞാനും വിശ്വസിച്ചു. അതാ എന്റെ വിശദീകരണം. താൻ പറഞ്ഞു ജയിച്ചു. പക്ഷേ സൂര്യ എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുക എന്നറിയോ തനിക്ക്? അവൻ എങ്ങനെ വേണേലും പ്രതികരിച്ചോട്ടെ. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അവന് എതിർപ്പാണല്ലോ. അപ്പൊ പിന്നെ അതിലൊരു പ്രത്യേകതയും ഞാൻ കാണുന്നില്ല. അവള് സൂര്യ കാണും, തിരിച്ചു പോവും. അതിന് ഒരാളും ഒരു എതിർപ്പും ഉണ്ടാക്കണ്ട.